കേസിന്റെ വഴിക്ക് നടക്കുമെന്നും പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP ബാവ ഹാജി ന്യൂസ് 99 പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് തവനൂർ. തവനൂർ നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ KMCC സ്ഥാപക നേതാവ് കൂടിയായ CP ബാവ ഹാജിയും തവനൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടി സാഹിബുമാണ്. അവർ നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. എങ്ങനെയുണ്ട് തവനൂരിലെ തെരഞ്ഞെടുപ്പ്? തവനൂർ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്, വളരെ ഉഷാറാണ്, വളരെ നല്ല ഇതിലാണുള്ളത്. പ്രാവശ്യം എങ്ങനെ കഴിഞ്ഞ 15 വർഷമൊക്കെ തവനൂർ നിയോജകമണ്ഡലം രൂപീകൃതമായത് മുതൽ LDF-ന്റെ അതെ LDF-ന്റെ അടുത്തായിരുന്നു. പ്രാവശ്യം അതിന് മാറ്റം തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. ജനങ്ങൾക്ക് മടുത്തിരിക്കണം, മതിയായിരിക്കണം. 15 കൊല്ലം സഹിച്ചിട്ടും ഇനിയൊന്നും സഹിക്കാൻ പറ്റില്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചിരിക്കണം. ഇടതുപക്ഷം പറയുന്നത് കഴിഞ്ഞ തവണ ഏറ്റവും ഇറക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രമുഖനെയാണ് UDF ഇറക്കിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. തവനൂർ ഞങ്ങളുടെ ഉരുക്കുകോട്ടയാണ്, ഒരിക്കലും മാറാൻ കഴിയില്ല എന്നാണ് ഇടതുപക്ഷം പറയുന്നത്. അല്ല, അങ്ങനെയൊന്നുമില്ല. UDF എപ്പോൾ തീരുമാനിക്കുന്നതും പ്രമുഖരെ തന്നെ തീരുമാനിക്കില്ലേ, അതിലൊന്നും സംശയമില്ല. പക്ഷേ ഇപ്രാവശ്യം ജോയിനെ ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധമായിട്ട് ജയിക്കും, അതിൽ യാതൊരു ഇതുമില്ല. കാരണം 15 കൊല്ലമായിട്ട് ഒരേ MLA ആണ് ഇവിടെ ഉള്ളത്. അദ്ദേഹം 10 കൊല്ലം ഭരണസമിതിയും 5 കൊല്ലം മന്ത്രിയും ഒക്കെ ആയിട്ട് ഇരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു വികസനം ഇവിടെ നടത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതിൻ്റെ സത്യം അദ്ദേഹം തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ ഒന്നുകൂടി ജയിപ്പിച്ചാൽ ഞാനിവിടെ വികസനം നടത്തും. 15 കൊല്ലം കഴിഞ്ഞിട്ടും നടത്താൻ പറ്റാത്ത ആൾ ഞാൻ എന്താ നടത്തുക? അപ്പോൾ അത് പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. തവനൂർ മണ്ഡലത്തിൽ വലിയ ഓഫറുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിനെതിരെ കേസുകളൊക്കെ വന്നിട്ടുണ്ട്. എന്താണ് അതിനെപ്പറ്റി പറയുന്നത്? അല്ല, അത് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു കോടതിയിൽ കേസായതല്ല. ബഹുമാനപ്പെട്ട കോടതിയാണെങ്കിൽ അതിൻ്റെ ഒക്കെ തീരുമാനിക്കേണ്ടത്. അതിനെ പറ്റിയിട്ട് ഇനിയിപ്പോൾ ഒരു ആവർത്തനം ഇല്ല. ആ ഓഫറിൽ തന്നെ നിലവിൽ അത് പറഞ്ഞു തന്നെയാണല്ലോ, അതിനിപ്പോൾ മാറ്റാനൊന്നും പറ്റില്ലല്ലോ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.